ഏറ്റവും മഹത്തായ സമ്മാനം എന്ന പേരിൽ ഫിലിപ്പ് സ്റ്റേൺ എന്നൊരാൾ ഒരു കഥ എഴുതിയിട്ട് പ്രസാധകരെ കിട്ടാഞ്ഞ് സ്വന്തം ചിലവിൽ ഒരു ലഘുലേഖ പോലെ ഈ കഥ അച്ചടിച്ച് ഒരു ക്രിസ്മസ് കാലത്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ആശംസാ കാർഡുകൾക്ക് പകരം സൗജന്യമായി അയച്ചു കൊടുത്ത ഒരു സംഭവമുണ്ട്. ഇനി ഈ കഥയെക്കുറിച്ച് പറയാം. കഥയിലെ നായകൻ ജോർജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇയാൾ തൻ്റെ ജീവിതം മടുത്തിട്ട് നഗരപ്രാന്തത്തിലെ പാലത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. തൻ്റെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു നേട്ടവുമില്ലെന്നും തനിക്ക് തന്നെ ഈ ജീവിതത്തിൽ നിന്ന് ഒരു സന്തോഷവും ഇല്ലെന്നും ഒക്കെയാണ് ജോർജിൻ്റെ പക്ഷം. പക്ഷെ അയാൾ ചാടാൻ ഒരുങ്ങുമ്പോൾ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട ഒരു അപരിചിതൻ ജോർജിനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ജോർജ് അയാളോട് പറയുന്നുണ്ട്, ഞാനെന്നൊരു വ്യക്തി ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു അഭിപ്രായത്തെ നമ്മുടെ ഈ അപരിചിതൻ ഗൗരവമായി തന്നെ എടുത്തു. അയാൾ ജോർജിനോട് ചോദിച്ചു, നീ ഇത് കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഈ വരം നിനക്ക് തന്നാലോ? അങ്ങനെ ജോർജ് ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ജോർജിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം അയാൾ ജോർജിന് കൊടുക്കുകയാണ്. ജോർജിനെ ഒരു സെയിൽസ്മാൻ്റെ വേഷത്തിൽ ജോർജിന് പരിചിതമായ നഗരത്തിലേക്കും അയാളുടെ വീട്ടിലേക്കുമൊക്കെ അപരിചിതൻ പറഞ്ഞു വിടുകയാണ്. ജോർജ് സെയിൽസ്മാൻ്റെ വേഷത്തിൽ ആദ്യം ചെല്ലുന്നത് സ്വന്തം പട്ടണത്തിലേക്കാണ്. ജോർജിന് അത്ഭുതം തോന്നി. തന്നെ അവിടെ ആരും തിരിച്ചറിയുന്നില്ല. കാരണം ജോർജ് എന്നൊരു വ്യക്തി ജനിച്ചിട്ടേ ഇല്ലല്ലോ. അയാൾ നേരെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ 7 വയസ്സിൽ മരിച്ചുപോയി എന്ന് പറയുന്ന തൻ്റെ അനുജൻ്റെ ഫോട്ടോ കണ്ട് ജോർജ് കാര്യം തിരക്കുമ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ ഇവിടുത്തെ മകനായിരുന്നു, പക്ഷേ 7ാമത്തെ വയസ്സിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. പക്ഷെ ജോർജിനറിയാം 7ാമത്തെ വയസ്സിൽ മുങ്ങി മരിക്കാൻ പോയ തൻ്റെ അനുജനെ താനാണല്ലോ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അത് പറയാൻ പറ്റില്ല, ജോർജ് എന്ന വ്യക്തി ജനിച്ചിട്ടില്ലല്ലോ. അവിടെ നിന്ന് ജോർജ് നേരെ പോകുന്നത് തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. തൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയായിട്ടാണ് ജോർജ് കാണുന്നത്. അതും ഒരു മദ്യപനായ വ്യക്തിയുടെ. അയാൾ മദ്യപിച്ച് വന്ന് ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളുമൊക്കെ പേടിച്ച് പരിഭ്രമിച്ച് എവിടെയെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ ജോർജിന് ശരിക്കും വിഷമം വന്നു. ജോർജ് ആകെ പരവശനായി തിരികെ ഓടി പാലത്തിലെത്തുമ്പോൾ നമ്മുടെ അപരിചിതൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ജോർജ് കരഞ്ഞ് കാല് പിടിച്ചതോടെ അപരിചിതൻ ജോർജിന് പഴയ ജീവിതം തിരികെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷെ അതോടൊപ്പം അയാൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ മറന്നില്ല, ജോർജ്, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നിനക്ക് നല്ല ഒരു ജീവിതവും നല്ല ഒരു കുടുംബവും നല്ല മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിന്നെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരുണ്ടായിരുന്നു. നിന്നെക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തിയവരും ഉണ്ടായിരുന്നു. പക്ഷേ നീ നിൻ്റെ ജീവിതത്തിൻ്റെ വില തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് നീ മരിക്കാൻ ആഗ്രഹിച്ചത്. ജോർജ് ജീവിതം മടക്കി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ വേഗം വീട്ടിൽ ചെന്നു. തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടേനെ, ഏതായാലും കഷ്ടിച്ച് തിരികെ കിട്ടി. പ്രിയമുള്ളവരെ, നമ്മിൽ ചിലരൊക്കെ ജീവിതത്തിന് യഥാർത്ഥമായ ഗൗരവവും വിലയും കൊടുക്കുന്നുണ്ടെങ്കിലും വേറെ ചിലരെങ്കിലും ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാറില്ലേ? കാരണങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, ജീവിതം അവസാനിപ്പിക്കാൻ അവ ഒരിക്കലും മതിയായവയല്ല. യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകി നേടിയെടുത്തതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതം വിലപ്പെട്ടതാണ്. അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹവും അത്ഭുതവുമാണ്. നമ്മുടെയൊക്കെ ഹൃദയം ഭാരം കൊണ്ട് നിറയുമ്പോൾ, അകാരണമായ ദുഃഖം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയുമ്പോൾ, പ്രശ്നപരിഹാരങ്ങൾ കയ്യെത്തുന്നതിലൊക്കെ ഒത്തിരി ദൂരെയാണെന്ന് തോന്നുമ്പോൾ കണ്ണടയ്ക്കുക, ഉൾക്കണ്ണ് തുറന്ന് ദൈവം നമ്മോട് കാണിച്ച അനന്തമായ കാരുണ്യത്തെയും സ്നേഹത്തെയും കുറിച്ച് ഓർക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വില മനസ്സിലാകും. നാം എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ ഈ ലോകത്തിലേക്ക് മരിക്കാൻ വേണ്ടി ജനിച്ച ഒരേ ഒരാൾ യേശുക്രിസ്തുവാണ്. അവിടുന്ന് മരിച്ചതാവട്ടെ നമ്മുടെ ജീവിതം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായും വലിയൊരു അനുഗ്രഹമല്ലേ നമ്മുടെ ജീവിതം, വലിയൊരു അത്ഭുതമല്ലേ നമ്മുടെ ജീവിതം. ഈ ചിന്ത ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിറയേണ്ടത് ഈ ക്രിസ്മസ് കാലത്താണ്.